നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടുത്തിടെയായി പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് കുവൈത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ ആശങ്കയിലിരിക്കുന്ന പ്രവാസികൾക്ക് വീണ്ടും അടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് അധികൃതരുടെ പുതിയ നീക്കം. കുവൈത്തിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 1 വർഷത്തേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം അറിയിച്ചത്. 3 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുകയും പിന്നീട് തൊഴിൽ മാറ്റുകയും ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കുവൈത്തിന്റെ ഈ പുതിയ തീരുമാനം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 8 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് പ്രവാസികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് അർഹരായ പദവിയിൽ ജോലി തുടരുന്ന പ്രവാസികൾക്ക് ഓൺലൈൻ വഴി ലൈസൻസ് പുതുക്കാൻ സാധിക്കുമെന്ന് ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസുകൾ കാലാവധി തീരുന്ന മുറയ്ക്ക് 3 വർഷത്തേക്കായിരുന്നു പുതുക്കി നൽകിയിരുന്നത്. പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ പുതിയ ലൈസൻസുകൾ നൽകുന്നതിനും നിലവിലുള്ളവ പുതുക്കുന്നതിനുമുള്ള കാലാവധി 1 വർഷമാകും. മതിയായ രേഖകൾ സഹിതം ആഭ്യന്തര വകുപ്പിന്റെ ഓൺലൈൻ ഏകജാലക സംവിധാനം വഴിയാണ് ലൈസൻസുകൾ പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കോവിഡിന് മുൻപ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമയുടെ വിസ കാലാവധിക്ക് അനുസൃതമായാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നത്. എന്നാൽ കോവിഡ് കാലത്ത് കാലാവധി 3 വർഷമായി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ നേരത്തെ സൂക്ഷ്മ പരിശോധന നടത്തിയിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിന് അർഹരായ ജോലി തസ്തികയിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കുകയും പിന്നീട് ജോലി മാറുകയും ചെയ്ത ആയിരക്കണക്കിന് പ്രവാസികളുടെ ലൈസൻസുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ അധികൃതർ റദ്ദാക്കിയത്. കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 2000 പേരുടെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അധികൃതർ റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ രാജ്യത്ത് നിന്ന് നാടുകടത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസിന് അർഹമായ ജോലി തസ്തികയിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കുകയും പിന്നീട് ജോലി മാറുകയും ചെയ്ത പ്രവാസികളെയാണ് പരിശോധനയിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിയമാനുസൃതമല്ലാത്ത ലൈസൻസ് നേടിയവരെ കണ്ടെത്തിയാൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും ലൈസൻസ് പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.